അറിയില്ല, ബോർഡ് കമ്പനിയാണ്, അത് അവർക്ക് ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ ആ ചെയ്തത് ശരിയാണെന്നല്ലേ തോന്നുന്നത്. കാരണം ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാതിരുന്നാൽ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ജനറൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കട്ട് ചെയ്തപ്പോൾ ആ ജീവനക്കാരനെ മർദ്ദിക്കുകയും ഓഫീസിൽ കയറി വലിയ അക്രമങ്ങളും കാണിച്ചപ്പോൾ അതിനെതിരായി എന്താ ചെയ്യുക? അപ്പോൾ ഇനി കണക്ഷൻ കൊടുക്കാൻ അവർ MD പറഞ്ഞിട്ട് കണക്ഷൻ കൊടുക്കാൻ പോയാൽ അവിടെ ഇനി ആക്രമിക്കില്ല എന്നുള്ളതിന് ആരും ഉറപ്പ് തരിക? അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനിച്ചത്. അതിൻ്റെ ഒരു ധാരണ എത്തി. ഈ മറ്റേ ഡെപ്യൂട്ടി സീനെ കൊണ്ട് അന്വേഷിക്കാനും പറഞ്ഞിട്ട് അന്വേഷിച്ച ശേഷം ആ റിപ്പോർട്ട് വന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അക്രമം നടക്കില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടണ്ടേ? ഉറപ്പ് കിട്ടിയിട്ടല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലെന്താ UP മോഡലിനും ഇതിനും എന്താണോ വ്യത്യാസം? അവിടെ ഇത് പ്രതികാരമല്ല. അവനെ 2 ആളിനെ 3 ആളിനെ മർദ്ദിച്ചു, ഇനിയും മർദ്ദിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെന്ത് ചെയ്യണം? അത് മർദ്ദനമല്ലേ? ഒരു സാധാരണ ഇലക്ട്രിസിറ്റിയിലെ ജീവനക്കാർ രാത്രിയിൽ പോകുമ്പോൾ കാറ്റടിച്ച് വീഴുമ്പോൾ രാത്രി നിങ്ങൾ ഫോൺ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വൈകിയാൽ അവർ എന്തെല്ലാം ചീത്ത പറയുന്നു. അവർ എത്ര ആളാണ് അവർ മരിച്ചത്? അതും നോക്കണ്ടേ നമ്മൾ? മാനുഷിക പരിഗണന തന്നെയാണ്. അതിന് അക്രമമല്ലല്ലോ. അക്രമം കാണിച്ച് 2 പേര് ഓഫീസിൽ കയറി തല്ലി, ജീവനക്കാരെ തല്ലി, ഇതെല്ലാം ചെയ്ത് നിങ്ങളത് അക്രമമായിട്ട് കാണുന്നു. ഇദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ചീത്ത പറഞ്ഞിരിക്കുന്നത് പോയപ്പോൾ. ഇനി അങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ അവർക്കെങ്ങനെ ജീവനക്കാർക്ക് അവിടെ പോകുമ്പോൾ ആരാ ഉറപ്പ് കൊടുക്കുക? അവർ ആക്രമിക്കില്ല എന്നുള്ളത് എങ്ങനെ ആരാ ഉറപ്പ് കൊടുക്കുക? അത് സമ്മതിച്ചു, അത് അല്ലാന്നൊന്നും പറയുന്നില്ല. അടച്ച ശേഷം എന്തിനാണ് പിന്നെ ആക്രമിക്കാൻ പോയത്? പണം അടച്ചവർക്ക് കണക്ഷൻ കിട്ടിയല്ലോ. കിട്ടിയ ശേഷം ആക്രമിക്കാൻ പോയത് എന്തിനാണ് പോയത്? അത് പറയും. അതല്ല, നിങ്ങൾ അടച്ച് അവർക്ക് കണക്ഷനും കിട്ടി, ഓൺലൈനിൽ തന്നെ അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു. പിന്നെ എന്തിനാണ് ഓഫീസിൽ കയറി അക്രമമൊക്കെ ഉണ്ടാക്കിയത്? അപ്പോൾ അതിന് തല്ലാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും? അടിക്കാനുള്ളതും നശിപ്പിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ? ശരി, അങ്ങനെ MD അതല്ല, MD അവരുടെ ജീവനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ MD എവിടെ മറ്റേ ജീവനക്കാരെവിടെ പോയാൽ അക്രമം ഉണ്ടായാൽ ആരും മറുപടി പറയും? അല്ല, അതിന് ഉറപ്പ് തരണ്ടേ? ഇവർ ആക്രമിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് തന്നാലല്ലേ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു പോലീസ് എൻക്വയറി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അവർ ഒരു ഉറപ്പ് തരുന്ന ഒരു ആ ജീവനക്കാരന് ഒരാളെ പോകുക അവിടെ. അപ്പോൾ പോകുമ്പോൾ അയാളെ ഈ പ്രതികാരം ചെയ്താലോ? അതൊരു ഉറപ്പ് കിട്ടിയ ശേഷമല്ലേ നമുക്ക് നടപടി എടുക്കാൻ പറ്റുള്ളൂ. ഇരുട്ടിലല്ല, ഈ ഉറപ്പ് തരാൻ എന്താ വിഷമം? ആക്രമിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾ തരുമോ? തരില്ലല്ലോ. നമുക്ക് വാർത്ത അത് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തുള്ള വാർത്തയും കൂടി കാണണ്ടേ? എത്ര ആളുകളെ രാത്രിയില്ല പകലില്ലാണ്ട് നമുക്കൊരു ദിവസം ഒരു 10 മിനിറ്റ് ഇലക്ട്രിസിറ്റി പോയാൽ അവർ എന്തെച്ചെത്തരണം. അവർ രാത്രി വന്ന് പോസ്റ്റിൽ കയറി ഇതൊക്കെ ശരിയാക്കില്ല. അതാ വിഷമം കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ച് വസ്തുതയൊക്കെ നോക്കിയിട്ട് കണക്ഷൻ കൊടുക്കാനുള്ളൊരു ഏർപ്പാട് ചെയ്യും.